Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chacko Gold and Diamonds അങ്കമാലി. കാലടിയിൽ കവർച്ച നടത്തിയ പ്രതികൾ പോലീസിന്റെ പിടിയിലായി. അന്വേഷണത്തിൽ പോലീസിന് സൂചന ലഭിച്ചത് പ്രതികൾ ഉപേക്ഷിച്ചു പോയ പെപ്പർ സ്പ്രേയിൽ നിന്നും. സംഭവത്തിൽ 13 പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും 10 പേരെ അറസ്റ്റ് ചെയ്തെന്നും റൂറൽ SP വൈഭവ് സക്സേന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംഭവം സ്ഥലം നമുക്ക് ഒരു പെപ്പർ സ്പ്രേന്റെ ബോട്ടിൽ കിട്ടിയിരുന്നു. ആ പെപ്പർ സ്പ്രേന്റെ ബോട്ടിലിൽ ഒരു ബാച്ച് നമ്പർ പിന്നെ ഒരു നമ്പർ ഉണ്ടായിരുന്നു. നമ്പറിൽ കോൾ ചെയ്തിട്ട് നമുക്ക് മനസ്സിലായത് ഫ്ലിപ്കാർട്ടിലുള്ള നമ്പറാണ്. സോ ഇത് ഫ്ലിപ്കാർട്ടിന് ഓർഡർ ചെയ്തിട്ടുള്ള ഒരു പെപ്പർ സ്പ്രേ ബോട്ടിലായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഫ്ലിപ്കാർട്ടിന് കേരളത്തിലേക്ക് ഓർഡർ ചെയ്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ ശേഖരിച്ചു. പിന്നെ നമുക്ക് ഒരു 2 അബ്നോർമൽ നമ്പർ കുറിച്ച് കിട്ടി. ആ നമ്പർ കുറച്ച് സംശയമുള്ള നമ്പർ ആയിരുന്നു. നമ്പർ നോക്കിയിട്ട് നമുക്ക് മനസ്സിലായി ഇത് ഒരു തൃശ്ശൂർ റൂറലിൽ താമസം ചെയ്തിട്ടുള്ള ഒരു പ്രത്യേകിച്ചും ഒരു ഗ്യാങ് മെമ്പറിൻ്റെ നമ്പറാണ്. കുറേ കേസുകളുള്ള പ്രതിയുള്ള ആളിൻ്റെ നമ്പറാണ്. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയ വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും അവരുടെ പോസ്റ്റ് എല്ലാം ഫോളോ ചെയ്തിട്ട് പിന്നെ അവരുടെ മൊബൈൽ നമ്പേഴ്സിൻ്റെ ഓൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പേഴ്സിൻ്റെ ലൊക്കേഷൻ എടുത്തിട്ട് പിന്നെ തൃശ്ശൂർ റൂറൽ പോലീസ് DYSP കൊടുങ്ങല്ലൂരിൻ്റെ പ്രത്യേകിച്ചും സ്ക്വാഡ് പിന്നെ വയനാട് പോലീസ് ഉദ്യോഗസ്ഥർ കുറേ ആൾക്കാർ നമുക്ക് ഹെൽപ്പ് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ യാമ R15 ബൈക്കിൽ 2 പേരുണ്ടായിരുന്നു. അതിൻ്റെ വണ്ടി ഓടിക്കാനുള്ള ആൾ അനീസിനെ ആദ്യം വയനാടിന് ഒരു റിസോർട്ടിന് നമ്മൾ അറസ്റ്റ് ചെയ്തു. ഈ ആളിനെ കൂടെ ആ സമയത്ത് ഒരു മൈനർ പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ മൈനർ പെൺകുട്ടിയുടെ അമ്മ നമ്മുടെ കേസിൽ പ്രതിയാണ്. അവളിൽ നമ്മൾ ഏകദേശം 5 ലക്ഷം രൂപ റിക്കവർ ചെയ്തിരുന്നു അവരുടെ വീട്ടിൽ. സോ ബാക്കി എല്ലാ നടപടി നമ്മൾ ചെയ്യുന്നുണ്ട്. ബാക്കി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ള 3 പേരുണ്ട്. അവർക്ക് ഉടൻ തന്നെ നമ്മൾ അറസ്റ്റ് ചെയ്യും. നല്ല ഒരു ഡിറ്റക്ഷൻ ആയിരുന്നു. വളരെ ഉടൻ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഈ പോലീസ് കാലടി പോലീസ് എറണാകുളം റൂറൽ പോലീസ് ആക്ട് ചെയ്തു. കവർച്ച സമയത്ത് മോഷ്ടാക്കൾ ഉപയോഗിച്ച പെപ്പർ സ്പ്രേയുടെ ബോട്ടിലാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. ബോട്ടിലിന്റെ ബാച്ച് നമ്പർ വഴി അന്വേഷണം ആരംഭിച്ചു. ഫ്ലിപ്കാർട്ട് വഴി ഓർഡർ ചെയ്ത പെപ്പർ സ്പ്രേയുടെ അഡ്രസ് ട്രേസ് ചെയ്താണ് പോലീസ് കുറ്റവാളികളിലേക്ക് എത്തിയത്. ശാസ്ത്രീയമായ തെളിവുകൾ ഉപയോഗിച്ച് പഴുതടച്ച അന്വേഷണമായിരുന്നു. കേസിൽ 13ഓളം പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 10 പേരും പോലീസിന്റെ പിടിയിലായി. ഏകദേശം 12 ലക്ഷത്തോളം രൂപ ഇവരിൽ നിന്നും കണ്ടെത്തി. ക്രൈം ചെയ്തിട്ടുള്ള 2 പേർ ആ സമയത്ത് ആ ബൈക്കിലുള്ള 2 പേർ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. ബൈക്ക് റിക്കവർ ആയിരുന്നു. ഏകദേശം 60% പൈസ റിക്കവർ ആയിരുന്നു. ബാക്കി പൈസ ഉടൻ തന്നെ നമ്മൾ റിക്കവർ ചെയ്യും. അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ള ആൾക്കാർക്ക് ഉടൻ തന്നെ നമ്മൾ അറസ്റ്റ് ചെയ്യും. ഈ സ്ഥാപനത്തിൽ ഒരാൾ നേരിട്ട് ഒരു നമ്മുടെ അക്യൂസ് നമ്പർ 3 ആണ്. നേരിട്ട് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ആളായിരുന്നു. ഈ ആൾ വേറെ ഒരു പോക്സോ കേസിൽ തൃശ്ശൂർ സബ് ജയിലിൽ ഉണ്ടായിരുന്നു. ആ സബ് ജയിലിൽ ഉണ്ടായ സമയത്ത് ഈ ആദ്യം അക്യൂസ് നമ്പർ 1 വിഷ്ണുവിനെ ജയിലിലേക്ക് കണ്ടു. അവിടെ ഈ എല്ലാ ഗൂഢാലോചന ഫോം ആയിരുന്നു. എല്ലാ കോൺസ്പിറസി ഫോം ആയിരുന്നു. കഴിഞ്ഞിട്ട് ബാക്കി അക്യൂസ് നമ്പർ 2 അനീഷ് പിന്നെ അക്യൂസ് നമ്പർ 4 സഞ്ജു ഈ 2 പേരെയും ഇവർക്കെത്രയും കുറേ ഇഷ്ടംപോലെ കേസസ് ഉണ്ടായിരുന്നു നേരിട്ട്. സോ ഇവരെയും ജയിലിൽ സെയിം ജയിലിൽ പോകുമ്പോൾ ഈ എല്ലാവരും ഒരു മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് പോലെ ഒരു കോൺസ്പിറസി പോലെ ഫോം ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് കുറേ തവണ ഇവിടെ പ്രിപ്പറേഷൻ ഉള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. വണ്ടി ഈ റെന്റൽ വണ്ടിയാണ്. ഈ വണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ള ആളും നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. ഓൾറെഡി റിമാൻഡ് ആയിരുന്നു. ഒരാൾ ആക്ച്വലി അവർക്ക് ആരോഗ്യ പ്രശ്നമുണ്ട്. ഓൾറെഡി നമ്മുടെ വാച്ചിലുണ്ട്, സർവൈലൻസിലുണ്ട്. ആളെ കൂടി പിടിക്കാനുണ്ട്. ഒരു ലേഡിയല്ലേ ഉള്ളൂ. ലേഡി ഒരാൾ ഹാർബറിംഗ് ആണോ പിന്നെ കോൺസ്പിറസിന്റെ ഭാഗമാണ്. പിന്നെ പൈസ അവരുടെ കസ്റ്റഡിയിലുണ്ട്, അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഇതുവരെ നമ്മൾ ഈ ന്യൂസ് ബ്രേക്ക് ചെയ്തിട്ടില്ല. കാരണം അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷന് ബാധ്യതമാണ്. ഇപ്പോൾ 2 പേർ ക്രൈം നടത്തിയിട്ടുള്ള 2 പേർ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. ബൈക്ക് നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. ഏകദേശം 60% പൈസ നമ്മൾ റിക്കവർ ചെയ്തു. പെരുമ്പാവൂർ ASP ശക്തി സിംഗ് ആര്യ IPS, ആലുവ DYSP TR രാജേഷ്, കാലടി SI അനിൽകുമാർ മേപ്പിളിൽ തുടങ്ങി 28ഓളം ഉദ്യോഗസ്ഥരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഡിസംബർ 27, 2024 വൈകിട്ട് ഏകദേശം 5:15 മണിക്ക് ഈ ഒരു റോബറി നടത്തിയിരുന്നു കാലടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ. ഒരു VKD വെജിറ്റബിൾസ് പേരുള്ള ഒരു വെജിറ്റബിൾ ഹോൾസെയിൽ കമ്പനിയാണ്. ഈ കമ്പനിയുടെ ഒരു മാനേജർ
പേരാണോ ഡേവിസ് ജോലി ചെയ്തിട്ട് ഈ കളക്ഷനേറ്റ് പോകുന്ന സമയത്ത് ഈ 2 പേർ ഒരു ബ്ലൂ യാമഹ R15 ബൈക്കിൽ വന്നിട്ട് ഇത് ഇന്റർസെപ്റ്റഡ് ഹിം. പിന്നെ ഒരു പേപ്പർ സ്പ്രേ ഒരാൾ പുറകിൽ ഇരിക്കുന്ന ഒരാൾ പേപ്പർ സ്പ്രേ ഉപയോഗിച്ച് ചെയ്തിട്ട് ഇയാളെൻ്റെ മുഖമിൽ പേപ്പർ സ്പ്രേ അടിച്ചിരുന്നു. മാത്രമല്ല പിന്നെ ഒരു നൈഫിനെ സ്റ്റാബ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഏകദേശം 20-21 lakhs ഉള്ള ഒരു റോബറി ഉണ്ടായിരുന്നു, അത് കൊണ്ടുപോയിരുന്നു. ഈ കേസ് അവിടെ സംഭവം നടക്കിയതിന് ശേഷം ഉടൻ തന്നെ പോലീസ് വളരെ ആക്റ്റീവായിട്ടുള്ള രീതിയിൽ അവിടെ സ്ഥലത്തിൽ എത്തിയിരുന്നു. ഒരു പ്രത്യേകിച്ചും ഒരു 27-28 പേരുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോം ആയിരുന്നു. ASP പെരുമ്പാവൂർ ശ്രീ ശക്തി സിംഗ് ആര്യ IPS, ശ്രീ രാജേഷ് DYSP ആലുവ, ശ്രീ അനിൽ കുമാർ T മെപ്പേലി ഇൻസ്പെക്ടർ പോലീസ് കാലടി, ശ്രീ ജോസി M ജോൺസൺ പ്രിൻസിപ്പൽ SI, ശ്രീ സുധീർ TV SI, ജെയിംസ് മാത്യു SI, ഷിജു SI, റെജിമോൻ SI, ഉന്നി OA SI, റജി ASI, മനോജ് SCPO ഷംസു, SCPO ഷിജു പോൾ, SCPO ഷിബു അയ്യപ്പൻ, ASI നൈജു, ASI സെബാസ്റ്റ്യൻ, SCPO രഞ്ജിത്ത് MR, SI അഭിജിത്ത്, SI ആഷിഖ്, ASI അബ്ദുൽ മനാഫ്, SCPO വർഗീസ്, SCPO അഫ്സൽ, SCPO ബെനി, SCPO രാഹുൽ, SCPO റിതേഷ്, SCPO രതീഷ്. അത്ര വലിയ ഒരു പ്രത്യേകിച്ചും ഒരു ഇൻവെസ്റ്റിഗേഷൻ സംഘം ഫോം ചെയ്തിരുന്നു. സോ അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ നല്ല രീതിയിൽ സയൻറ്റിഫിക് എല്ലാ എവിഡൻസ് കളക്ട് ചെയ്തിട്ട് ടോട്ടൽ 13 പ്രതികൾ ഈ സംഭവത്തിൽ ഉണ്ടായിരുന്നു, അത് നമുക്ക് മനസ്സിലായി. പിന്നെ ഈ 13 പ്രതികളിലെ നമ്മൾ ഈ സമയത്ത് വരെ ഇതുവരെ ഏകദേശം 10 പ്രതികളെ പിടിച്ചിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ആയിരുന്നു. ഏകദേശം 12 ലക്ഷം രൂപ മണി റിക്കവർ ആയിരുന്നു.